എന്താണ് ഗുമസ്തൻ എന്ന് പറയുന്ന സിനിമ പറയുന്ന കഥ എന്താണ്? ക്ലൈമാക്സ് ആദ്യം പറ. പിന്നെ കഴിഞ്ഞാലോ ഇതില് വില്ലൻ വേഷത്തിലാണോ ഈ ദിലീഷ് പോത്തനൊക്കെ എത്തുന്നത്? ഞാനുള്ളപ്പോഴാ സോറി സോറി സോറി. ഒരു ഭീകര ജീവിയാണ്, ടെററായിട്ടുള്ള ഒരാളാണ്. അത് പൊതുവെ ജയ്സ് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇത്തിരി ആയിരുന്നു, ഇത്തിരി കുറച്ച് കടുപ്പമാണ്. കൈവിട്ട സൂത്രം, കൈവിട്ട കളി. അതാണ് പറഞ്ഞത്, അതൊരു സസ്പെൻസ് സിനിമയല്ലേ, അപ്പൊ നമുക്ക് കാണാം. സിനിമയിലെ സസ്പെൻസ് ആണ് വില്ലൻ. സസ്പെൻസ് ആണ് വില്ലൻ. അതുകൊണ്ട് ഞങ്ങളുടെ സൂപ്പർ ലീഗാണ് ഗുമസ്തൻ. വിജയൻ ചേട്ടന്റെ ക്യാരക്ടർ എങ്ങനെയാണ്? സാധാരണ ഒരു പന്ത് കളിക്കാരൻ്റെ വിജയുടെ ക്യാരക്ടർ സിനിമയിലെ ക്യാരക്ടർ സിനിമാ ഭ്രാന്തനാണ്. എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടം. സിനിമാ ഭ്രാന്തനിൽ വന്നിട്ട് സിനിമാ ഭ്രാന്തൻ. സിനിമ ഹായ് ഹലോ, വെൽക്കം ടു സിനിമാ ഭ്രാന്തൻ. ഗുമസ്തൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് കൂടെ ഉള്ളത് ഷാജു ശ്രീധർ, IMA ജനൻ, ജെയ്സ് ജോസ്. വെൽക്കം ടു സിനിമാ ഭ്രാന്തൻ. ഗുമസ്തനാണ് ഏറ്റവും പുതിയ വിശേഷം. ആരാണ് ഇതിലെ ഗുമസ്തൻ? ഞാനല്ല, വിജയേട്ടനല്ല. അപ്പൊ ഞാനാ. എന്താണ് ഗുമസ്തൻ എന്ന് പറയുന്ന സിനിമ പറയുന്ന കഥ എന്താണ്? ക്ലൈമാക്സ് ആദ്യം പറ. പിന്നെ കഴിഞ്ഞാലോ ഗുമസ്തൻ ഒരു നല്ല ഒരു ഫാമിലി ത്രില്ലർ മൂവിയാണ്. പിന്നെന്താ പറയാ, പറഞ്ഞോ. ക്രിമിനൽ ബിയോണ്ട് ലോ. അതായത് ഇപ്പോൾ ദിലീഷ് പോത്തൻ ചെയ്യുന്ന തോമസ് വക്കീൽ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഗുമസ്തനായിട്ടാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ ഒരു ഗുമസ്തൻ്റെ ഒരു 16 വയസ്സ് തൊട്ട് ഗുമസ്തപ്പണി ചെയ്തിരുന്ന ഒരു മനുഷ്യൻ, അതായത് തോമസ് വക്കീലിൻ്റെ അപ്പൻ്റെ കൂടെ തൊട്ട് 16-ാമത്തെ വയസ്സിൽ ഗുമസ്തപ്പണി തുടങ്ങി ഇന്ന് തോമസ് വക്കീലിൻ്റെ ഗുമസ്തനായി നിൽക്കുന്ന ഇപ്പോൾ ഒരു 60 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ്റെ ലൈഫിലുണ്ടാകുന്ന കാര്യങ്ങളും അയാളുടെ അതായത് എക്സ്പീരിയൻസ് ആണ് മെയിൻലി എൻ്റെ ഒരു. ഗുമസ്തൻ ഒരു ഭീകര ജീവിയാണ്, ടെററായിട്ടുള്ള ഒരാളാണ്. അത് പൊതുവെ ജയ്സ് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇത്തിരി ആയിരുന്നു, ഇത്തിരി കുറച്ച് കടുപ്പമാണ്. കൈവിട്ട സൂത്രം, കൈവിട്ട കളി. കൈവിട്ട കളിയാണെന്നോ? കേട്ടില്ല. അല്ലല്ല, എന്നെ വെച്ചിട്ട് അവര് ചെയ്ത റിസ്കിനെ പറ്റി പറഞ്ഞതാ. ഗുമസ്തന്റെ ക്യാരക്ടർ തന്നെ ഇതിലൊരു ഓൾഡ് ഏജ് ഉള്ള ഒരു ക്യാരക്ടർ ആണല്ലോ, അങ്ങനത്തെ ഒരു ഫസ്റ്റ് ട്രൈ അല്ലേ ആ ഒരു ഏജിലുള്ള? ഒരു ഇതുപോലെ ഞാൻ പണ്ട് പ്രിയനന്ദൻ ചേട്ടൻ്റെ ഒരു മൂവിയിൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന ഒരു മൂവിയിൽ ഇതുപോലെ ഏജ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ. നിങ്ങളുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് ഇതിലെ? ഞാനൊരു സാധാരണ പോലീസുകാരൻ, പക്ഷെ ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു പ്രധാന വേഷങ്ങളിലൊന്നാണ്. അതെ, വളരെ പ്രധാന ക്യാരക്ടറിലുണ്ട്. അതിനകത്ത് ഒരു ബിപിൻ ജോർജ്, ജയ്സ്, ദിലീഷ് പോത്തൻ അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് ബാക്കിയാണ്. എല്ലാവരും അവരവരുടെ സ്പേസ് മനോഹരമാക്കിയിട്ടതാണ്. എല്ലാവരും നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് ആ സിനിമയ്ക്ക് അവരുമായിട്ടുണ്ട്. ചേട്ടനൊക്കെ ഞാൻ അടുത്തൊരു ഇൻ്റർവ്യൂവിലൊക്കെ കാണുന്നത് ഞാൻ ഇപ്പോഴാണ്. ഞങ്ങൾ പടത്തിൽ ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ ഇരിക്കുന്നത് സിനിമയിൽ തന്നെ സജീവമായിട്ട് കോമ്പിനേഷൻ ഈ സിനിമയിൽ ഞങ്ങൾ വന്നിട്ടില്ല. പക്ഷെ നമ്മളൊക്കെ ആരാധിക്കുന്ന ആൾക്കാരാണ്. വിജയൻ ചേട്ടൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്? സാധാരണ ഒരു പന്ത് കളിക്കാരൻ്റെ വിജയുടെ ക്യാരക്ടർ സിനിമയിലെ സിനിമയിലെ ക്യാരക്ടർ എന്താണ്? ഗുമസ്തൻ എന്ന സിനിമയിലെ ഗുമസ്തന്റെ കൂടെ നടക്കണ തന്നെ വേറെ എന്തെങ്കിലും ക്യാരക്ടർ പടം കാണുമ്പോൾ പറയാം. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. ബാക്കി നമുക്ക് ആ സിനിമയില് അതെന്ന് വെച്ചാൽ ഒരു പ്രധാന വഴിത്തിരിവുകളുടെ ആ സ്ഥലത്ത് വരുന്നതുകൊണ്ട് ചേട്ടൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് അങ്ങനെ പറയാൻ ഉള്ളതങ്ങ് സ്കോർ ചെയ്ത് അദ്ദേഹം പോയി എന്നുള്ളതാണ്. ചേട്ടന് അതോടെ വേറെ ആളെ സ്പേസ് ചെയ്യാൻ വേറെ ആളെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആദ്യം തന്നെ ചർച്ച വന്നപ്പോഴും ചേട്ടൻ വിളിച്ചുകൊണ്ടൊന്നും പറയാതെ തന്നെ ചേട്ടൻ ഈ സിനിമയ്ക്ക് പെട്ടെന്ന് വന്നെങ്കിലും അതൊരു ആ സ്പേസ് ഭയങ്കരമാണ്. അങ്ങനെ ഒരാളെ വെച്ചാൽ സസ്പെൻസ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് സിനിമ ഒരുപാട് നമ്മൾ വലിയ ത്രില്ലർ എന്നുള്ള പടത്തിന്റെ പരിപാടി. അതുകൊണ്ട് ഈ സസ്പെൻസുകളായതുകൊണ്ട് കുറെ നമുക്ക് വിട്ടു പറഞ്ഞ ക്യാരക്ടർ ഇതാവില്ല. ഇപ്പൊ ഈ പ്രേക്ഷകർക്ക് ഇപ്പോഴത്തെ കാലത്ത് കൂടുതലും ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ ഒരുപാടാണ്. ഇപ്പം ഈ ഓണം കഴിഞ്ഞാലാണ് സിനിമ റിലീസ് ആകുന്നത്. അപ്പം ഈ സിനിമ ബാക്കിയുള്ള സിനിമകളിൽ നിന്നും എന്തൊക്കെ ഫാക്ടറിലാണ് ഇപ്പൊ ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നതൊക്കെ? ഒന്നതിൻ്റെ സബ്ജക്റ്റ് തന്നെ ഒരു പുതുമയുണ്ട് ഇതിനകത്ത്. പിന്നെ
ഇങ്ങനൊരു ഇതിലൊക്കെ ഈ ത്രില്ലർ പടങ്ങളിൽ ഇന്നുവരെ പറയാത്തൊരു രീതിയിലാണ് ഈ പരിപാടി പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഇത്രയും മനോഹരമായ ഒരു മേക്കിംഗ് ആണ്, ഡയറക്ഷൻ, പിന്നെ ക്യാമറ കുഞ്ഞുണ്ണി, സ്റ്റീഫൻ ദേവസി മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബിനോയി, പിന്നെ നമ്മളിതുപോലെ ഇത്രയധികം ആളുകൾ എല്ലാവർക്കും അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ക്യാരക്ടറുകളുള്ള ഒരു വലിയ പടമാണ്. ഒറ്റ വാക്കി പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത ആളുകളെല്ലാം പെർഫോം ചെയ്തൊരു സിനിമയാണ്. അതായത് അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടാത്ത എല്ലാവരും, ഇപ്പോൾ RR ആയാലും ഇതിലായാലും ഹീറോ ക്യാരക്ടേഴ്സിലായാലും എല്ലാം പ്രതീക്ഷിക്കാത്ത ഒരു പെർഫോമൻസ് ഈ സിനിമയിൽ അതാത് മേഖലകളിൽ എല്ലാവരും ആ സൈൻ പോയിട്ട് അതാണ് ഈ സിനിമ. നല്ലൊരു കൂട്ടായ്മേൻ്റെ പടമാണ്. കൂട്ടായ്മ എല്ലാവരും ഒത്തുചേർന്നിട്ട് നല്ലൊരു ഒരു പടമൊന്നുമല്ല, വലിയ പടം തന്നെ. വലിയ പടമായതാണ് ആക്ച്വലി. പറയുന്ന രീതിയിൽ നമ്മളിരിക്കുന്ന എല്ലാവരും ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയുക, നമുക്കുള്ളൊരു ഫ്രീഡം തരും, നമുക്ക് സ്പേസ് ഡയറക്ടർ അമൽ അത് ആ സ്പേസ് നമുക്ക് പെർഫോം ചെയ്യാം. അതിനകത്ത് നിന്നുകൊണ്ട് എല്ലാവരും മനോഹരമായിട്ട് ചെയ്ത് നമുക്ക് ഫൈനൽ കാണുമ്പോഴല്ലേ മനസ്സിലാവും. കുഞ്ഞു വേഷങ്ങൾ ആൻഡ്രോ ജോസഫ് എടുക്കാന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കി. അവരുടെ ഡിസ്ട്രിബ്യൂഷനൊക്കെ അവരെടുക്കാന്ന് പറയുമ്പോൾ പടത്തിൻ്റെ ഒരു ഡെപ്ത് വന്ന ചിലപ്പോൾ മലയാള സിനിമയിൽ ഇത്രയും സൗഹൃദത്തിന്റെ ഒരു കെട്ടുറപ്പുണ്ടായിട്ട് വന്ന് ഒരുമിച്ച് നിന്നിട്ടുണ്ടാക്കിയ ഒരു മൂവി, ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചുണ്ടാക്കിയ ഒരു മൂവി ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇതിലെല്ലാവരും ഒരു ക്യാരക്ടർ ചെയ്യാൻ ഒരു ആർട്ടിസ്റ്റായിട്ട് വന്നവരല്ല, എല്ലാവരും ഈ സിനിമയിൽ ഇൻവോൾവ് ആയി നിന്ന് ചെയ്ത ഒരു മൂവിയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം കൊണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരുടെയും സപ്പോർട്ട് ഒരുപാട് കിട്ടിയിട്ടുള്ളൊരു മൂവിയാണ്. പിന്നെ ഇതുപോലൊരു ഇപ്പോൾ ഞങ്ങളെ ഇത്രയും ഒരു ക്യാരക്ടർ തന്നുകൊണ്ട് ചെയ്യാൻ ഇതുപോലൊരു പ്രൊഡ്യൂസർ അബ്ദുനെ പോലെ ഒരാളുണ്ടാവുക, അങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ അമലിനെ പോലെ, അമലിപ്പോൾ എതിരെന്ന് പറയുന്ന ഒരു വലിയ പടം കഴിഞ്ഞ് ആ പടം പക്ഷേ ഇതിന് ശേഷമാണ് റിലീസാവുന്നത്. ആ പുള്ളി റെഡിയാവുക, അത് കാരണം അത്രയ്ക്കും ടാലൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹം കൊണ്ട് ഉണ്ടാക്കിയൊരു മൂവിയാണിത്. ഈ അമലിന്റെ ആദ്യ ഡയറക്ഷൻ അല്ലേ? അല്ല, അമലിന് മുമ്പ് കഴിഞ്ഞ എതിരെ എന്ന് പറയുന്ന ഒരു മൂവി കഴിഞ്ഞിരിക്കുന്നുണ്ട്. റഹ്മാൻ, ഗോകുൽ സുരേഷ് ഒക്കെ ഒരുപാട് വലിയ ഫിനിഷായി അതിന്. പക്ഷെ അദ്ദേഹം ചെയ്ത രണ്ടാമത്തെ സിനിമയാണ്, പക്ഷെ റിലീസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ സിനിമ. ഈ സിനിമയിൽ മ്യൂസിക് ചെയ്തിരിക്കുന്ന സ്റ്റീഫൻ ദേവസി, അതുപോലെ തന്നെ അയ്യൂബ് ദൃശ്യം, എല്ലാ തരത്തിലും അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു. ഞാൻ ചോദിക്കാൻ വന്നായിരുന്നു അമലിന്റെ ആദ്യത്തെ സിനിമ. അതിനു മുമ്പ് അമൽ എഴുതിയ പടമാണ് ബാങ്കിങ് അവേഴ്സ്. പിന്നെ കേമൽ സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു, അത് ഡയറക്റ്റ് ചെയ്ത് ഇതില്. ഞാൻ ചോദിക്കാൻ വന്ന ഇപ്പം രണ്ടാമത്തെ സിനിമയാണെന്ന് എനിക്കറിയില്ലായിരുന്നു, അതിപ്പോ എന്നതാണ്. അപ്പം ഒരു പുതിയ സംവിധായകൻ, നിങ്ങൾ ഒരുപാട് സിനിമകളിൽ 3 പേര് ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തു, വർഷങ്ങളായിട്ട് സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. ഒരു പുതിയ സംവിധായകൻ ഒരു കഥ വന്ന് പറയുമ്പോൾ ഇപ്പൊ പുതിയ സിനിമാക്കാർ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ, അവരുടേതായിട്ടുള്ള രീതിയിൽ സിനിമ ചെയ്യുന്നു. അപ്പൊ അമലിന്റെ രീതി എങ്ങനെയാണ്, എത്ര ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നു? അമല് കിട്ടിയതിന് ശേഷം അദ്ദേഹം നിർത്തുള്ളൂ. പക്ഷെ അത് പറയുന്ന വേറൊരു രീതിയിൽ അദ്ദേഹം പറയും നന്നായിട്ട് കേട്ടോ, നന്നായിട്ട് മനസ്സിലായിട്ട് ഒന്നുകൂടെ എടുത്താലോ എന്ന് പറയും. അതിപ്പോൾ നമുക്കറിയാം അത്ര നന്നായിട്ടില്ല. അപ്പോൾ വീണ്ടും അതിലേക്ക് നമുക്ക് മനസ്സിലാവില്ല. അത് എനിക്ക് തോന്നുന്നത് ഒരു 2 ദിവസം കൊണ്ടൊക്കെ അമലിന് പഠിക്കാൻ പറ്റും. 2 ദിവസം കൊണ്ട് അമൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് കാര്യങ്ങളിലേക്ക് ഞാനൊക്കെ പെട്ടെന്ന് എനിക്ക് സെറ്റായെന്ന് തോന്നും. പിന്നെ ഒരു ടീം എന്ന് പറയുന്നത് പെർഫെക്ഷൻ കറക്റ്റായിട്ട് അവർക്ക് ആഗ്രഹമുള്ളവർ ചോദിച്ച് റിക്വസ്റ്റ് ചെയ്തെടുക്കുന്നവർ നമ്മുടെ ഓരോ കാര്യങ്ങളും എടുക്കുക. അതൊരു വലിയൊരു ഇതാണ്. ഇപ്പോഴത്തെ എനിക്കൊരു പുതിയ ജനറേഷനിൽ എല്ലാവരും അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് വർഷങ്ങൾ സിനിമകൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഓരോരുത്തരെയും കുറിച്ച് കറക്റ്റായിട്ട് അറിയാം. അപ്പം ഓരോരുത്തർക്കും സ്പേസ് കൊടുത്ത് പെർഫോം ചെയ്യാനുള്ള സ്പേസ് കൊടുത്തുകൊണ്ട് അവരുടെ റിസൾട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ അമലിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു ആളെ നമുക്ക് വളരെ വയറിലുണ്ടാകുന്ന ആൾക്കാരെ കിട്ടുള്ളൂ. കാരണം അമല് സത്യത്തിൽ നമ്മളൊക്കെ സാധാരണ നമ്മളൊക്കെ ചെല്ലുന്നു ഡയറക്ടറായിട്ടോ, ഇത് ഏറ്റവും ആദ്യം എത്തുന്ന ആളും അമലായിരിക്കും, ഏറ്റവും അവസാനം പോകുന്ന അമലായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ രാത്രി 2 മണിക്കൊക്കെ ഷൂട്ട് പോയിട്ട് 5 മണിക്ക് 6 മണിക്കൊക്കെ അമലിൻ്റെ മെസ്സേജ് ഉണ്ടോ ചേട്ടാ ഇന്നത്തെ സീൻ അടിപൊളിയായിട്ടുണ്ട്, ഉറങ്ങിയിട്ടില്ല. അത് രാത്രി അതിൽ നിന്ന് കണ്ട് അത് കഴിഞ്ഞ് അത് അവിടെ പോയി ലാപ്ടോപ്പിൽ സ്പോട്ട് എഡിറ്ററായിട്ട് ഇരുന്ന് കണ്ടിട്ട് പിന്നെ നേരം എടുക്കുമ്പോൾ മുമ്പിൽ വരുന്ന ഒരു രക്ഷയില്ലാത്ത ഹാർഡ് വർക്ക് ചെയ്യുന്ന ഭയങ്കരമായിട്ട് മൈൻഡിൽ സിനിമയുള്ള ഒരാളാണ്. പിന്നെ പലയിടത്തും രാവിലെ എല്ലാം റെഡിയായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കാരണം എല്ലാം സെറ്റായി വരാൻ സമയമുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് നിർബന്ധ ഒരു സീൻ കഴിഞ്ഞിരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ്. മറ്റു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ചായ കുടിച്ച് മെല്ലെ തുടങ്ങി. ഇത്
ആ കാര്യത്തിൽ ഞങ്ങൾക്ക് അതുപോലെ അമലിന്റെ അസോസിയേറ്റും ഒരു അമൽ തന്നെയാണ്. അവർ രണ്ടുപേരുടെ ഒരു ടീം വർക്ക് ഒരു രക്ഷയില്ല. നമുക്ക് അമലിനെ എപ്പോഴും ഒരുമിച്ചാണ് അവര് സ്കൂൾ വിദ്യാഭ്യാസകാലം തൊട്ട് അവർ രണ്ടുപേരുള്ള ആ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ജസ്റ്റ് ഒരു പോസ്റ്റർ ആയിക്കോട്ടെ, ഒരു കഥ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സീൻ കഴിഞ്ഞാൽ ഈ രണ്ടുപേരും നമ്മുടെ കൂടെ ലുക്ക് ഉണ്ട്. അവർ രണ്ടുപേരും ലുക്കിൽ അവരുടെ ഓക്കെ ആണോ അല്ലയോ എന്ന് അവർക്കറിയാം. അവര് സെറ്റ് ആയാൽ അല്ല ഞങ്ങൾ കുട്ടിയമ്മലെ വലിയമ്മലെ വിളിക്കും. അതാണ് ഇപ്പൊ കുട്ടിയമ്മല. അതെ, അപ്പം അമലിന്റെ അടുത്ത സിനിമ ഉടനെ ഉണ്ടാവും റിലീസൊക്കെ? ഉടനെ തന്നെ ഉണ്ടാവും. ഭാഗ്യമുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ തന്നെ ആയിരിക്കും അടുത്ത മൂവി. അത് പുറകെ ഞങ്ങൾ ഇനി ഷൂട്ട് അല്ല ഞങ്ങളത് നമ്മൾ തന്നെ ഉണ്ടാക്കും. അറിഞ്ഞില്ല, വിജയൻ അറിഞ്ഞില്ലായിരുന്നു. ഞങ്ങളെ അറിയിക്കില്ലല്ല, നേരെ വീട്ടിൽ ചെന്നിട്ട് വിജയേട്ടാ കഥ പറഞ്ഞിട്ട് ഇഷ്ടമായോന്ന് കഥ നീ കേൾക്കുന്നു. നമ്മള് കുറെ പേര് കഥ കേൾക്കേണ്ട ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നല്ലൊരു ക്രൂ ഒക്കെ നല്ലൊരു കൂട്ടായ്മയാണ്. അതില് ചെയ്യാൻ പറ്റും. ഇത്ര ഇപ്പൊ അമലകൾ ഇത്ര പെയിൻ എടുത്തിട്ട് എല്ലാവരും അഭിനയിച്ചാലും അതിന് ആ ക്രൂ കംപ്ലീറ്റ് പെയിൻ എടുത്ത് ചെയ്യുന്ന. അപ്പൊ അതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് 27-ാം തീയതി കിട്ടിയ വിജയേട്ടൻ സാറിന്റെ പ്രൊമോഷനൊക്കെ കണ്ടിട്ടുണ്ടോ? എടുക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്തിരി ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ്. എനിക്ക് ജസ്റ്റ് മിസ്സിനൊക്കെ ഇന്റർവ്യൂ മിസ്സായിട്ടുണ്ട്. ഇത് അതേ ഞാൻ പറഞ്ഞു, ഈ സിനിമയിലെ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ കാര്യം പറഞ്ഞ അതാണ്. വിജയേട്ടൻ്റെ അടുത്ത് നമ്മൾ ഇതിൽ ഏറ്റവും ഞങ്ങളുടെ പ്രൊഡ്യൂസർക്കായിരുന്നു വിജയേട്ടൻ വേണമെന്ന് പറഞ്ഞത്. വിജയേട്ടൻ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഒറ്റ കാര്യം പറഞ്ഞോളൂ, വിജയേട്ടൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും. ഞാൻ വിറച്ചിട്ട് അത് വിളിക്കണ വിജയേട്ടനെ. വിജയേട്ടൻ അത് മീറ്റിംഗിൽ എന്താ പറയണ അത് പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വിജയേട്ടൻ അങ്ങനെ ഒരു പരിപാടിൻ്റെ ചേട്ടാ അപ്പുറത്തിൽ ചെയ്യണം. അതെന്താ നോക്കണം, കട്ട് ചെയ്തു. പിന്നെ ഞാൻ വിജയേട്ടൻ കാണാൻ വിജയേട്ടൻ ഞാൻ തൃശ്ശൂർക്ക് എൻ്റെ ചേട്ടൻ്റെ അടുത്ത് എനിക്ക് സബ്ജക്റ്റ് എന്ന് പറയണം എന്ന് പറഞ്ഞു. നീ ഇങ്ങനെ വളർന്നു പറഞ്ഞു, വന്നിട്ട് കഥ തേങ്ങ നീ എന്നാ ഡേറ്റ് പറഞ്ഞാൽ മതി ഞാൻ വരാം എന്ന് പറയുന്ന അതുകൊണ്ട് അത്രയ്ക്ക് സ്നേഹത്തിലാണല്ലോ. ഇപ്പോൾ ഷാജു ആണെങ്കിലും മക്ബൂലാണെങ്കിലും കൈലാഷ് ആണെങ്കിലും ഇപ്പോൾ പ്രശാന്ത് അലക്സാണ്ടർ ആണെങ്കിലും അതുപോലെ സ്റ്റീഫൻ ആണെങ്കിലും എല്ലാവരും ആ സ്നേഹത്തിൽ ഇത് നമുക്ക് ഈ ഒരുമിച്ച് നിന്ന് നല്ല പരിപാടിയാണെന്ന് അറിഞ്ഞ് കൂടെ നിന്ന ആളുകളാണ്. ഇതില് വില്ലൻ വേഷത്തിലാണോ ഈ ദിലീഷ് പോത്തനൊക്കെ എത്തുന്നത്? വിജയന്റെ ഒപ്പം വില്ലൻ വേഷത്തിൽ എത്തുന്നപ്പോ ദിലീഷ് പോത്തൻ ഉണ്ടാവോ? അതാണ് പറഞ്ഞത്, അതൊരു സസ്പെൻസ് സിനിമയല്ലേ. അപ്പൊ സസ്പെൻസ് ആണ് വില്ലൻ. സസ്പെൻസ് ആണ് വില്ലൻ. അതുകൊണ്ട് അത് നമ്മുടെ ത്രില്ലർ സിനിമയിലേക്ക് ആ ഒരു സ്വഭാവം ഉണ്ടാവും. അത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതൊന്ന് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. ആ ഒരു ഏരിയ നമുക്ക് ചെയ്യല്ല. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് എല്ലാ സീക്വൻസും കറക്റ്റ് റൂട്ടിൽ പോകുന്നതുകൊണ്ട് എവിടെയെങ്കിലും ഇടയിൽ വെച്ച് ഒരു വിഷയം പറഞ്ഞാൽ തന്നെ എല്ലാം കണക്റ്റ് ആവും. സിനിമകളെല്ലാം തിയേറ്ററിൽ പോയി തന്നെ കണ്ട് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. വിജയേട്ടന് സമയമുണ്ടോ അറിയില്ല, ഞങ്ങൾക്ക് തന്നെയാണ്. സിനിമാ പ്രാന്തനാണ്, എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടം. സിനിമാ പ്രാന്തനിൽ വന്നിട്ട് സിനിമാ പ്രാന്തന്മാർ തിയേറ്ററിലൊക്കെ പോയിട്ട് കാണാറുള്ളൂ. തിയേറ്ററിൽ പോയി കാണാറുള്ളൂ. അപ്പം ഏതെങ്കിലും മൂവി ബൈ മിസ് എന്തെങ്കിലും കാരണം കൊണ്ട് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്? വീട്ടിലിരുന്ന് കാണാറുണ്ട്. വീട്ടിലിരുന്നല്ല, തിയേറ്ററിൽ തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കും. ഓക്കെ. ഇപ്പം വിജയനോട് കേട്ടോ, ഇപ്പം സൂപ്പർ ലീഗ് നടക്കാണല്ലോ. ഇപ്പം നിങ്ങളുടെ കാലത്തിൽ കിട്ടാത്തൊരു എക്സ്പോഷർ ഇപ്പം ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സൂപ്പർ ലീഗിനെ പറ്റി എന്താണ് പറയുന്നത്? ഇല്ല, അത് നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ മീഡിയ ഒക്കെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കാലത്തൊക്കെ പേപ്പറിലൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ പറയുന്നത്. വിജയൻ ബോളർ അങ്ങോട്ട് പോയെങ്കിലും കാര്യം പാർട്ടിസൺ ബോളർ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ലൈവാണ്, ആരെന്ത് ചെയ്യുന്നു ഒക്കെ ലൈവായിട്ട് കാണാം. പക്ഷെ അതിൻ്റെ ഗുണങ്ങൾ പിള്ളേർക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉള്ള പ്ലെയേഴ്സിന് ഇപ്പോൾ എല്ലാവർക്കും ISL കളിക്കാൻ പറ്റില്ല. അതിന് സെലക്ട് ചെയ്ത് അത്രയും നല്ല ടോപ്പ് പ്ലെയേഴ്സിനെ എടുത്തിട്ടാണ് നല്ല നല്ല ക്ലബിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതാകുമ്പോൾ കേരളത്തിലുള്ള പ്ലെയേഴ്സിന് കളിക്കാൻ കിട്ടുന്നൊരു അവസരമാണ്, നല്ലൊരു അവസരമാണ്. കാരണം എല്ലാവരും ഒരുവിധം ഡിപ്പാർട്ട്മെൻറ്റ് പ്ലെയേഴ്സിന് വരെ കളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ പ്ലെയേഴ്സിന് ഓപ്പോസിറ്റ് കിട്ടുന്നു. അവർക്ക് ചിലപ്പോൾ ഈ കളി കണ്ടിട്ടാവും അടുത്ത ചിലപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് ചാൻസ് കിട്ടുന്നത്. ടൂർണമെൻറ്റ് ഭയങ്കര കുറവാണ്. ആദ്യം എന്ന് പറഞ്ഞ കാലത്തൊക്കെ നമ്മളെ കളിക്കുന്ന കാലത്ത് ഇഷ്ടംമാതിരി ടൂർണമെൻറ്റാണ്. ഇപ്പോൾ ടൂർണമെൻറ്റ് കുറവാണ്, ISL ഇതൊക്കെ. അപ്പോൾ ഇതേപോലുള്ള ടൂർണമെൻറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ വരും. ഇപ്പോൾ ലോകത്തിൽ തന്നെ ഈ 2ാം സ്ഥാനമൊക്കെയാണ് ആരാധകർ, ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഉള്ളത്. ഫുട്ബോളിന് അറിയുന്നവരാണ് കേരളത്തിലുള്ളത്. ഞാൻ കൽക്കട്ടയിൽ ഇഷ്ടംമാതിരി കളിച്ചിട്ടുള്ള
കൽക്കട്ടിലെ ഫുട്ബോൾ പ്രേമികൾ എന്ന് പറഞ്ഞ ക്ലബിനെയാണ് സ്നേഹിക്കുന്നത്. മനസ്സിലായി? ഇപ്പോൾ മോഹൻബാൻ ഈസ്റ്റ് ബംഗാളിൽ കളിക്കാൻ 1 ലക്ഷം ആൾക്കാർ കളി കാണാൻ വരും. പക്ഷെ അവർ ആ ക്ലബിനെയാണ് സ്നേഹിക്കുന്നത്. നമ്മുടെ അവിടെ കേരളത്തിൽ അങ്ങനെയല്ല, അവർ ഫുട്ബോളിനെയാണ് സ്നേഹിക്കുന്നത്. ഫുട്ബോൾ ഒരു കളിക്കാരന് എങ്ങനെ കളിക്കണമെന്ന് നന്നായിട്ട് അറിയാം. അതാണ് നമ്മുടെ അവിടുത്തെ ആൾക്കാർക്ക് ഫുട്ബോളിനെ കുറിച്ച് എല്ലാം അറിയണം. ഞാൻ കേരളത്തിൽ കളിച്ചിട്ട് പുറത്ത് പോയിട്ട്, ഞാൻ കേരള പോലീസിൽ കളിക്കുമ്പോൾ, പുറത്ത് പോയിട്ട് മോഹൻബാനിൽ കളിക്കുമ്പോൾ, കാലിക്കറ്റ് നാഗജി കളിക്കുമ്പോൾ ഞാൻ നന്നായി കളിച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. മോശമായി കളിച്ചെന്ന് മോശമായിട്ട് അഭിപ്രായം പറയുമായിരുന്നു. അതാണ് നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ നന്നായിട്ട് അറിയാം. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ നന്നായിട്ട് അറിയാം. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഒരു എക്സ്പോഷർ കുറവായത് ഇപ്പം എക്സ്പോഷർ കിട്ടുന്നുണ്ട്. അങ്ങനെ എനിക്ക് അസൂയൊന്നുമില്ല. നല്ലതാണ്. പിള്ളേർക്ക് അറിയണം, നല്ല പൈസ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കളിക്കുന്ന സമയത്ത് അങ്ങനെ പൈസ ഇല്ല. പക്ഷെ നമുക്ക് കിട്ടാൻ, എനിക്ക് എന്നെ സംബന്ധിച്ച് ഫുട്ബോളിൽ നിന്ന് എന്തൊക്കെ കിട്ടാവുള്ളൂ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നല്ല ഫെയിമാണ്. ഇപ്പോൾ സിനിമ നടന്മാരെ പോലെ തന്നെയാണ്. അവർക്ക് ഫെയിമാണ്, പൈസയുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഫുട്ബോൾ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ISL ഒക്കെ വന്നതോടുകൂടി ഇന്ത്യയിൽ ഫുട്ബോൾ ഉണ്ടെന്ന് ലോകം മൊത്തം അറിഞ്ഞു. വിദേശത്തിലെ കളിക്കാരെ പണ്ടൊക്കെ നമ്മൾ പോർച്ചുഗലിലെ ബ്രസീലിലെ കളിക്കാരെന്നൊക്കെ പറയും. ഇന്ന് നമ്മുടെ കൂടെ കളിക്കുക, ഇവിടെ പ്ലേയേഴ്സിൻ്റെ കൂടെ അവരും കൂടെ കളിക്കുക വേറെ ലെവലാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ റോബർട്ടോ കാർലോസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ടി വിയിൽ കണ്ടിട്ടുള്ള ബ്രസീലിൻ്റെ പ്ലെയർ, അത് നമ്മുടെ ഇന്ത്യയിൽ വന്ന് കളിക്കുക, അവരെ കൂടെ കളിക്കാൻ അവസരം കിട്ടുക, അവരെ എതിര് കളിക്കാൻ അവസരം കിട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൽ അത്രയും ഡെവലപ്പ് ചെയ്ത് വരുന്നത് കാര്യം. എന്നാലും ഗുമസ്തൻ 27-ന് റിലീസ് ആവുകയാണ്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ സൂപ്പർ ലീഗാണ് ഗുമസ്തൻ. നമ്മുടെ ഞങ്ങൾ കുറേ പേര് അതിനനുസരിച്ച് കളിച്ച് വരുന്നില്ല. ഇപ്പോൾ വിജയം രാജയൊക്കെ നമ്മളുടെ ആ ഒരു ദിവസത്തെ ഇതനുസരിച്ചിരിക്കും. പക്ഷെ നമുക്ക് ഒരു തരത്തിലും പരാജയം എന്നുള്ള വാക്കില്ല. കാരണം സിനിമ നല്ല സിനിമയായിട്ട് തന്നെ ഞങ്ങൾ എല്ലാ തരത്തിലും ക്രിയേറ്റ് ചെയ്ത് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകരെ പൂർണ്ണമായിട്ട് സ്വീകരിക്കും എന്ന് വിചാരിക്കും. എല്ലാവരുടെയും ഒരു ലൈഫാണ്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഫുട്ബോളിനെ കുറിച്ച് ആൾക്കാർക്ക് കേരളത്തിലുള്ളവർക്ക് അറിയാം. അതേപോലെ സിനിമേനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ തന്നെയാണ് കേരളത്തിലുള്ളവർ. നല്ല സിനിമ എന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണും, ഫാമിലി ആയിട്ട് ഇരുന്ന് കാണും. അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് 27-ാം തീയതി കിട്ടട്ടെ. ഞങ്ങൾ ഇത്രയും പെയിൻ എടുത്ത് ചെയ്താൽ ഞങ്ങൾക്ക് അതൊരു ഭാഗ്യം കിട്ടട്ടെ ഞങ്ങൾ പ്രേക്ഷകരാണെന്ന് തീരുമാനിക്കുന്നത്. തിയേറ്ററിൽ തന്നെ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നു എല്ലാവരോടും. അതാണ് നമുക്ക് പറയാനുള്ളത്. പ്രേക്ഷകരോട് തിയേറ്ററിൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ ഒരു സൈഡിലും, ഒരു ടെക്നിക്കൽ സൈഡിലാണെങ്കിലും ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിലാണെങ്കിലും ഒന്നിനും ഒരു കോംപ്രമൈസ് ചെയ്യാത്ത അത്രയ്ക്ക് നന്നായിട്ട് എല്ലാവരും ചെയ്തിരിക്കുന്ന വർക്ക് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഈ മൂവിയിലുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നിങ്ങളുടെ ഇനി വരാനിരിക്കുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണോ? വരാനിരിക്കുന്നത് ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തെരിമരി എന്ന് പറയുന്ന മൂവി ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. മരതകം എന്ന് പറയുന്നൊരു മൂവി വരാനുണ്ട്. പിന്നെ മറ്റേ ലാലേട്ടൻ്റെ തൽമൂർത്തി മൂവിയിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ എമ്പുരാൻ ഇപ്പോൾ ഷൂട്ട് തുടങ്ങാൻ, എൻ്റെ ഏരിയ തുടങ്ങാനുണ്ട്, അതിലുണ്ട്. ലൂസിഫറിൽ ആ ഒരു കോണ്ടാക്ട് കിട്ടിയിട്ടടുത്ത് എമ്പുരാനിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും? അതിൻ്റെ ത്രില്ലിലാണ് ഉറപ്പായിട്ടും. അങ്ങനെ ഒരു അത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റുക എന്നുള്ള സന്തോഷം. എൻ്റെ ഇറങ്ങാൻ പോണ ഷാരൂഖ് ഖാൻ്റെ കൂടെ പ്രോജക്റ്റ്. പക്ഷെ അത് പുറത്ത് പറയുന്ന പുറത്ത് പറഞ്ഞിട്ടില്ല. അമീർ ഖാൻ അവരെ കൂടെ ഞാൻ വിശ്വസിച്ചു. പറയുമ്പോ വിശ്വസിക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ ഡൗട്ട് അടിക്കും. വലിയ പടമായിരുന്നല്ലോ, വലിയ സിനിമയാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു. നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങളല്ലേ. എന്റെ ചക്രവർത്തി ചേച്ചി അന്നുകൂടെ അഭിനയിക്കാൻ പോവാണ്. അഭിനയിക്കുന്നുണ്ട്. ആണല്ലേ? സസ്പെൻസ് ആണെന്ന് മാത്രം. ഓഡിയൻസിനും എല്ലാവർക്കും ഒരു സസ്പെൻസ് ആയിട്ട് എന്തല്ലോ. അപ്പൊ വേറെ ഷാരൂഖ് ഖാൻ ഓക്കെ, വേറെ ഓക്കെ ഏതൊക്കെ ആയിരിക്കും? സസ്പെൻസ് ആണ്. അതുപോലെ തന്നെ സസ്പെൻസ് ഗുമസ്തൻ 2 എന്തായാലും ഉണ്ട്. ഇത് സെക്കൻഡ് പാർട്ട് ഇപ്പോഴേ അനൗൺസ് ചെയ്തു. ഇത് നമ്മൾ ജസ്റ്റ് പോണെങ്കിൽ അല്ല, ആഗ്രഹങ്ങൾ പറയാലോ. അത് സസ്പെൻസ് ആണ്. അത് സസ്പെൻസ് ആണ്. ഷാജി ചേട്ടൻ്റെ അടുത്ത് അറ്റെന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് ഡോൺ മാക്സ് ഡയറക്ട് ചെയ്യുന്ന മൂവി. പിന്നെ കുറേ സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. വേറെ സിനിമയുണ്ട് വരയിൽ. നമ്മളിപ്പോൾ ഗുമസ്തൻ ആണ് 27-ാം തീയതി റിലീസ് ചെയ്തത്. ബാക്കി ഡിസംബറൊക്കെയാണ്. നമ്മുടെ ഡയറക്ടറെ എതിരിലും ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ്
ഞങ്ങൾക്ക് പരിചയപ്പെടാനും ഈ ബന്ധം കിട്ടിയത്. 27-ാം തീയതി ഗുമസ്തൻ തിയേറ്ററിലേക്ക് എത്താണ്. ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വലിയൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും.